മലയാള മനോരമ മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോൺ മുണ്ടക്കയം, മലയാളം വാരികയിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ ഈ സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ജോൺ ബ്രിട്ടാസ് ഇടപെട്ടു എന്ന് പറയുകയുണ്ടായി. നമുക്ക് ഒരു സോളാർ പോലെ വലിയ സമരം നടക്കുമ്പോൾ അതിനകത്തൊരു മധ്യസ്ഥൻ്റെ ആവശ്യം എന്തിനായിരുന്നു ശ്രീ ജോൺ ബ്രിട്ടാസ്? മധ്യസ്ഥൻ എന്നുള്ള നിലയിലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ജോൺ ബ്രിട്ടാസ് എന്നെ ഒരു വിവരം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സമരം തീർക്കാനായിട്ട് ഒരു മെസ്സേജ് ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കാമോ എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പൊ ജോൺ ബ്രിട്ടാസിനകത്ത് മധ്യസ്ഥനാണ് എന്ന് ഞാൻ പറയത്തില്ല. സാധാരണഗതിയിൽ ആ സമയത്ത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നോ? അങ്ങനെ ആവാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടാസിന് നേരിട്ട് ആരെയും കിട്ടാഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതും ആവാം. എന്താണ് കൃത്യമായിട്ട് നടന്നെന്ന് എനിക്കറിയില്ല. ആ ഘട്ടത്തിൽ 3 ദിവസത്തെ ഈ മലയാളം വാരികയിലെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, 3 ദിവസത്തെങ്കിലും തയ്യാറെടുപ്പോട് കൂടിയാണ് വന്നത് എന്ന്. അതിൽ നീണ്ടു പോവുകയാണെങ്കിൽ CPM-ന്റെ സംഘടനാ ശക്തി അനുസരിച്ച് ആ സമരം നീട്ടാനാവുമായിരുന്നു. പെട്ടെന്ന് അത് പാർട്ടിക്കുള്ളിൽ പലരും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് ഒത്തുതീർപ്പാക്കാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? അന്ന് എനിക്ക് തോന്നുന്നത് ഈ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. 3-ാം ദിവസം പൊതു ഒഴിവ്. അപ്പൊ 3 ദിവസം തുടർച്ചയായിട്ട് സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചു. പിന്നെ ആ സമരത്തിന് പ്രസക്തി ഇല്ലാതായി പോയി. ആ 3 ദിവസം കൂടെ ഇത് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പ്രകൃതിയുടെ വിളി ഒക്കെ നേരിടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായത് അന്ന് ചർച്ച ചെയ്ത വിഷയമാണല്ലോ. അല്ല, പ്രകൃതിയുടെ വിളി സ്വാഭാവികമായും ആ സമയത്ത് ചർച്ചയായിരുന്നു എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരവാസികൾ തങ്ങൾക്കെതിരാകുമോ എന്ന് LDF-ന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. പക്ഷേ ഇത് സമരം നീട്ടിക്കൊണ്ടു പോയിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാമായിരുന്നു എന്ന ചില അഭിപ്രായഗതികൾ UDF-ൽ തന്നെ ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തിയില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം? ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാൻ കഴിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. സമരം തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഒന്നുണ്ടായെന്നുള്ളതാണ് സത്യം. അതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ താങ്കൾ ആവശ്യത്തിൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തിൽ ഉന്നത ഗൂഢാലോചന പരിശോധിക്കപ്പെടാതെ പോകാനുള്ള ഒത്തുതീർപ്പ് ഇതിൻ്റെ ഭാഗമായി കൂടി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു, ശരിയാണോ? എനിക്കറിയില്ല. ഞാനും ഇത് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കോൺഗ്രസിനകത്ത് പലരോടും ചോദിച്ചിട്ടുണ്ട്. ശരിയല്ല എന്നാണ് അവരൊക്കെ എന്നോട് പറഞ്ഞത്. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയില്ല. അവിടെ തിരുവഞ്ചൂരിന്റെ ഇടപെടൽ എങ്ങനെയാണ് വന്നത്? കാരണം തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഇടപെട്ടതാണ്. അതെ, എങ്കിൽ പോലും അതിനകത്ത് ഏതെങ്കിലും ഒക്കെ കേസിനകത്ത് ഉമ്മൻചാണ്ടി എന്നെ വിളിച്ച് ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞിങ്ങനെ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട് തീർക്കണം, അപ്പൊ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പിന്നെ സമരം ഒത്തുതീരും എന്നോട് പറഞ്ഞപ്പോ എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞത്, ജോൺ ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊന്ന് പറയാമോ എന്നോട് ചോദിച്ചു. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയോട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അവിടെ കൊണ്ട് എന്റെ റോള് തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളികളൊക്കെ അവര് തമ്മിലാണ് നടന്നത്. ഉണ്ടാവണം, എനിക്കറിയില്ല. അത് അവരാ പറയേണ്ടത് എന്താ സംഭവിച്ചെന്നുള്ളത്. അവരത് പറയുമെങ്കിൽ എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയാണ് അത് തീർന്നത്. അല്ല, അവിടെ ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ പറയും. കാരണം കുഞ്ഞാലിക്കുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവാണ്. കുഞ്ഞാലിക്കുട്ടി പക്ഷെ നേരിട്ട് വിളിച്ചത് തിരുവഞ്ചൂരിനെയാണ്, ഉമ്മൻചാണ്ടി അല്ല. ഈ ലേഖനത്തിൽ പറയുന്ന പോലെയാണെങ്കിൽ അവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന സംശയം ഉണ്ടാവും. തിരുവഞ്ചൂരിനെ ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി വിളിച്ചില്ല എന്നർത്ഥമില്ല കേട്ടോ. എനിക്കത് അറിയത്തില്ല. തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചു. തിരുവഞ്ചൂരും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം കൂടെ ചേർന്നാണ് പിന്നെ അത് തീർത്തത്. അതെ, അപ്പോൾ തിരുവഞ്ചൂര് ആണത് തീർത്തത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംസാരം നടന്നിട്ടുണ്ടാകാമോ ശ്രീ ജോൺ മുണ്ടക്കയം? അതായത് തിരുവഞ്ചൂര് നേരിട്ട് വിളിക്കുന്നത് പിന്നീട് കോടിയേരി ബാലകൃഷ്ണനാണ്, സംസ്ഥാന സെക്രട്ടറിയാണ് വിളിക്കുന്നത്. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറിയാണ്. കോടിയേരിയെ ആണ് നേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ കോടിയേരിയെ വിളിക്കുമ്പോൾ അവർ തമ്മിലൊരു സംസാരം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടാവണം. ഞാൻ കാണാത്തൊരു കാര്യമാണ്. ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.
പെട്ടെന്ന് അങ്ങനെ ഒരു സമരം അവസാനിപ്പിക്കുമ്പോൾ സി പി എമ്മിന് ഉള്ളിൽ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് പിണറായി വിജയൻ തന്നെ പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കാര്യത്തിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ അന്വേഷണം ഇല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ജനസമ്പർക്കമല്ല ജനസംസർഗമായാലും ഇല്ല എന്ന് പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ജനസംസർഗം സാധാരണഗതിയിലുള്ള ഇടപെടൽ പോലും അനുവദിക്കാത്ത വിധമാണ്. അത് ഈ സമരം പെട്ടെന്ന് പിൻവലിച്ചതിലുള്ള അതൃപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമരം പെട്ടെന്ന് പിൻവലിച്ചതിൽ പാർട്ടിക്കകത്ത് പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയാണ് പിന്നീട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്താതെ ഇത് സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടുണ്ടാക്കിയതും സമരം വീണ്ടും ശക്തിപ്പെടുത്തിയതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്.